താങ്കളിലേക്ക് കൂടി വരാം. ജോമോൻ, താങ്കൾക്കാണ് അവസരം കിട്ടാതെ പോയത്. ജോമോൻ, ഇവർ ചോദിച്ച ചോദ്യങ്ങളിലൊന്ന്, എവിടെ 2 കോടി തൊഴിൽ, എവിടെയാണ് നിങ്ങൾ പൊതുമേഖലയെ സംരക്ഷിച്ചത്? അപ്പോൾ ഈ വോട്ടർമാരുടെ മുന്നിൽ നിങ്ങൾ വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ വിലവർധന, ഗ്യാസ്, പെട്രോൾ, ഡീസൽ ഇതൊക്കെ പ്രശ്നമാവില്ലേ? എല്ലാം എന്റെ കയ്യിൽ തെളിവുകളും കണക്കുകളും ഞാൻ പറയാം. അതിനു മുമ്പ് കൃത്യമായ കണക്കുകൾ പറയാം. എത്ര ലാഘവത്തോടു കൂടിയാണ് അക്രമ രാഷ്ട്രീയത്തെയും ബോംബിനെയും ഇവര് ന്യായീകരിക്കുന്ന അറിയാമോ? ഇവിടെ ഒന്ന് നോക്കൂ. അവരുടെ ഏതോ ഒരു പ്രവർത്തകൻ മുമ്പ് മരിച്ചതിന് വേണ്ടി അതിന് പകരമായി നോക്കൂ, പിണറായി വിജയന്റെ പോലീസ് റിപ്പോർട്ടാ RSS പ്രവർത്തകരെ ലക്ഷ്യം വെച്ചായിരുന്നു ബോംബുണ്ടാക്കിയതെന്ന്. ആരുടെ പോലീസാ? അമിത്ഷായുടെ പോലീസല്ല, പിണറായിയുടെ പോലീസ് പറഞ്ഞിരിക്കുക. അത് പിടിച്ചിരുന്നില്ലെങ്കിൽ, ആ ബോംബ് പൊട്ടിയത് മരിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം കേരളത്തിൽ നടന്നു. RSS പ്രവർത്തകർ മരിച്ചു. അതിനിടയിൽ ഒരുപക്ഷെ മറ്റു പലരും മരിച്ചേനെ. എത്ര ലാഘവത്തോടു കൂടി. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ഉണ്ടാക്കുമെന്ന്. എന്നിട്ടോ സംസ്ഥാന സെക്രട്ടറി അതിനെ തള്ളി പറയാ, അവര് ഞങ്ങളുടെ പിള്ളേരല്ല. എന്താച്ചാ കാണിച്ചോട്ടെ, ഞങ്ങൾക്ക് ഒന്നുമല്ല. പാനൂർ ആലത്തൂരും ചർച്ചയാവും. നിങ്ങൾ എന്തിനാ ഹമാസിന് ബോംബില്ലാണ്ട് കൊടുക്കാനാണോ? ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസിന് ബോംബില്ലാതെ ബുദ്ധിമുട്ടുമ്പോ അതിന് കരാറിൽ ഏർപ്പെട്ടാണ് ബോംബുണ്ടാക്കി. ചോദ്യത്തിലേക്ക് വാ. പാനൂർ ചർച്ചയാവും. എവിടെ തൊഴിൽ? എവിടെയാ തൊഴിലില്ലാത്ത? കേരളത്തിലാ തൊഴിലില്ലാത്ത. അതാ സെക്രട്ടേറിയറ്റ് അറിയോ? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അറിയോ? എന്റെ കൂടെ വാ, ഞാൻ പൈസ മുടക്കാം. പിള്ളേര് കിടന്ന് തിരിയാ. എന്താ അമ്പലത്തിൽ ശയന പ്രതിഷ്ഠ ചെയ്യുന്ന കണ്ടോ? അതുപോലെ മാസം എത്രയെന്നറിയോ? സാറ് പറഞ്ഞില്ലേ 1ാം റാങ്ക് കിട്ടിയ ആള്. നോക്കൂ, ഒരു മിനിറ്റ് മൈക്കില്ല, അവരുടെ പ്രതികരിക്കണ്ട. 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് ഇവിടെ ജോലി ആലോചിക്ക്. 100 അല്ല. KD എന്തോ ചോദിക്കുന്നു. ഒറ്റ ചോദ്യം. ഒന്ന് പഴങ്ങും. എന്താ ചോദ്യം? ഗുജറാത്തിലെ മറ്റേ ന്യൂസ് ലെറ്ററിന്റെ കത്ത് വന്നത് 1120 പേർക്ക് മാത്രമാണ് ഒരു വർഷത്തിൽ ജോലി കൊടുത്തത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ട ഒറ്റ ആൾക്ക് ജോലി കൊടുത്തത്. ഇത്ര ഉള്ളൂ ജോമോൻ. ചുരുക്കി ചോദിച്ചാൽ കേന്ദ്രത്തിലെയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും PSC നിയമനം എത്രയുണ്ട് എന്നതാണ് ചോദ്യം. കൃത്യമായ കണക്കെടുത്ത ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടത്തിയ മുഖ്യമന്ത്രി ആരാണെന്ന് റെക്കോർഡ് പിണറായി വിജയൻ ലഭിക്കും. ഇത്രയും പിൻവാതിൽ നിയമനം ഈ ഡിവൈഎഫ്ഐക്കാരൊക്കെ ഉണ്ടല്ലോ. ഉത്തരേന്ത്യയിൽ ചോദ്യ പേപ്പർ ചോർത്തി കൊടുക്കുന്ന ആളുകളാണ് വർത്തമാനം പറയുന്നത്. ഇവരൊരു മുന്നണിയാ. ഒരു മുന്നണിയുടെ കാര്യമല്ല. കൃത്യമായി ഇവിടെ സംസ്ഥാന സർക്കാർ ഉദ്യോഗാർത്ഥി വിരുദ്ധമാണ്, കേന്ദ്ര സർക്കാരും ഉദ്യോഗാർത്ഥി വിരുദ്ധമാണ് എന്നുള്ളത് കൃത്യമായി. ഈ വാളയാർ കഴിഞ്ഞ ഒരു മുന്നണി അവര് ഏരിയ കമ്മിറ്റി കയറാതിരിക്കുക പറഞ്ഞ് പുറത്താക്കിയ. അതല്ല അവിടെ വിഷയം. ഇവര് ഒരു മുന്നണി ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു. അല്ല, ഞാൻ പറയാം, ഇവിടത്തെ വിഷയത്തിൽ തുടങ്ങാനേ കാലിനടിയിലെ മണ്ണെ നോക്കാം. ആദ്യം ഒരു കാര്യം ഞാൻ പറയാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ? ഈ രാജ്യത്തിലെ പട്ടികജാതിക്കാർക്ക്, ഈ രാജ്യത്തിലെ പിന്നോക്കക്കാർക്ക് ഒറ്റ നിയമനം പോലും കഴിഞ്ഞ വർഷം കൊടുക്കാത്ത സംസ്ഥാനമാണ് ഗുജറാത്ത്, ഒഡീഷ, ബീഹാർ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്. പിൻവാതിലാണെങ്കിലും മുൻവാതിലാണെങ്കിലും ഏതെങ്കിലും ഷെഡ്യൂൾഡ് കാസ്റ്റിലോ ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ടവർക്ക് ജോലി കൊടുത്തോ? കിട്ടിയ ആൾക്ക് ജോലിയില്ല. മുഴുവൻ പിൻവാതിൽ. അവിടെ പിൻവാതിൽ നിയമനമില്ലെന്ന് താങ്കൾക്ക് പറയാൻ കഴിയോ? PSC വഴി പിൻവാതിൽ നിയമനം ഉണ്ടെന്ന് എനിക്ക് രേഖയില്ല. PSC വഴി ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. താങ്കൾക്ക് രേഖയുണ്ടോ? PSC വഴി പിൻവാതിൽ നിയമനം ഉണ്ടെന്ന് താങ്കൾക്ക് രേഖയുണ്ടോ? നസീമിനും ശിവരഞ്ജിത്തിനും ഒക്കെ PSCയുടെ കാര്യത്തിൽ PSCയുടെ ക്രെഡിബിലിറ്റി ഇപ്പോഴും താങ്കൾ അടക്കം ചോദ്യം ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. നസീമിന്റെയും ശിവരഞ്ജിത്തിന്റെയും ഒക്കെ നിയമനം നമ്മൾ കണ്ടതാണ്. വ്യാപക അഴിമതി എന്ന് കേട്ടിട്ടുണ്ടോ ജോമോൻ? വ്യാപക അഴിമതി ഉത്തർപ്രദേശിലായിരുന്നു. പിന്നീട് ഒരു ഇവിടത്തെ കഴിയട്ടെ എന്ന് ഒന്നിന്റെ ഇടയിൽ ഒന്ന് കയറല്ലേ. ഞാൻ പറയാ 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് 100 ക്വസ്റ്റ്യന്റെ ഒരു ചോദ്യത്തിന് പിന്നീട് ഉത്തരം തരാൻ കഴിഞ്ഞില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ ഒറ്റ റാങ്ക് ലിസ്റ്റ് പോലുമില്ല. സംസ്ഥാന സർവീസുകളിൽ പരീക്ഷകളില്ല. ഒറ്റ നിയമനം പിന്നോക്കക്കാർക്ക്, പട്ടികജാതിക്കാർക്ക് എന്ത് പറഞ്ഞാലും ഉത്തർപ്രദേശ്, മണിപ്പൂര്, അതാണ് ഇവിടത്തെ അഴിമതി മുഴുവൻ മറച്ചു വെച്ച്, ഇവിടുത്തെ കെടുകാര്യസ്ഥതയെ മറച്ചു വെച്ച് BJPയുടെ തൊഴിൽ മന്ത്രി കഴിഞ്ഞ തവണ പാർലമെന്റിൽ ജ്യോതിന്ദർ സിംഗ് എന്ന് പറയുന്ന തൊഴിൽ
തൊഴിൽ മന്ത്രി വളരെ കൃത്യമായി 10 ലക്ഷം ഒഴിവുകൾ നികത്താനുണ്ടെന്ന് പാർലമെന്റിൽ വെച്ച രേഖ കൃത്യമായി പറഞ്ഞു എന്തുകൊണ്ടാണ് 9 ലക്ഷം തൊഴിലുകൾ റെയിൽവേയിൽ പാർലമെന്റിലെ രേഖയാണ്, വിവരാവകാശം വെച്ചിട്ടുള്ള രേഖയാണ്. അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞു 10 ലക്ഷം ഒഴിവുകൾ ഇവിടെ ഒന്ന് സംസാരിക്കല്ലേ. 10 ലക്ഷം ഒഴിവുകൾ. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. യൂട്യൂബ് നോക്കിയാണ് രമ്യയുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായ രേഖകളിലൂടെ പറയാം. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ തൊഴിലിന്റെ കാര്യം പറയൂ. അടുത്ത റൗണ്ടിൽ വരാം. തൊഴിലിന്റെ കാര്യം പറയൂ. തൊഴിൽ 10 ലക്ഷം ഒഴിവുകൾ ഉണ്ടെന്ന് സോയ പറയുന്നു. സമയമില്ല. തൊഴിലില്ലായ്മയെ പറ്റി പറഞ്ഞ ഉടനെ രാമൻ വന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകളാണ് ഇവരെ. തൊഴിലില്ലായ്മയുടെ കണക്ക് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടു. 35%, 70% അഭ്യസ്ത വിദ്യർക്കിടയിലെ തൊഴിലില്ലായ്മ കണക്കാണ് പറയുന്നത്. ഏത് ഏജൻസി അവിടെ കറക്റ്റ്? ഏത് ഏജൻസി അവിടെ കറക്റ്റ്? ലേബർ ഓർഗനൈസേഷൻ ഇവിടെ കുറെ ഏജൻസികളുണ്ട്. ഒരു ഏജൻസിയുടെ കൃത്യമായ കണക്കല്ല. ഐക്യരാഷ്ട്ര സംഘടന തള്ളി പറയല്ലേ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ILO ആണ്. കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസി കേരളത്തിന്റെയാണോ മനുഷ്യ? അത് ഐക്യരാഷ്ട്ര സംഘടനയുടേതാണ്. കേരളവുമായിട്ട് എന്ത് ബന്ധം? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളല്ല ഐക്യരാഷ്ട്ര സംഘടന നിയന്ത്രിക്കുന്നത്. ഞാൻ വരാം. ഇവിടുത്തെ കുട്ടികൾ എന്താ മണ്ഡലത്തിലെ സാധ്യത? UK-ലാ പോകുന്നത്. അല്ല ജോമനെ, ഇവിടുത്തെ കുട്ടികൾ കാനഡയിലേക്ക് പോകുന്നു, ശരിയാ. ഗുജറാത്തിലെ കുട്ടികൾ കേരളത്തിലോട്ടാ വരുന്നത്. പറഞ്ഞു. ഗുജറാത്തിലെ കുട്ടികളല്ല, ബംഗാളിലെ ബീഹാറും ബംഗാളും ഗുജറാത്തും ഒക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങോട്ടാ വരുന്നത്. മറുപടി